മാത്യു കുഴൽനാടന് വൻ തിരിച്ചടി. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം വേണമെന്ന ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി. കുഴൽനാടന്റെ ആരോപണത്തിന് തെളിവില്ലെന്ന് കോടതി. ഇത് തിരിച്ചടിയെന്ന് സംബന്ധിച്ച് മാത്യു കുഴൽനാടൻ രാഷ്ട്രീയ നൈതികതയില്ലാത്തയാളെന്ന് AK ബാലൻ. CMRലുമായി ബന്ധപ്പെടുത്തി മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ ഹർജി. പിന്നീടത് മാറ്റി കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നായി ആവശ്യം. എന്നാൽ ഇത് രണ്ടും തള്ളിയാണ് ആവശ്യമായ തെളിവുകൾ ഇല്ലാത്തതിനാൽ ഹർജി തള്ളുകയാണെന്ന് കോടതി വിധി പ്രഖ്യാപിച്ചത്. ഹർജി പരിഗണിച്ച ഘട്ടങ്ങളിലെല്ലാം തെളിവുകൾ ഹാജരാക്കണമെന്ന് വിജിലൻസ് കോടതി കുഴൽനാടനോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോഴൊന്നും കുഴൽനാടന് തെളിവുകൾ നൽകാൻ കഴിഞ്ഞില്ല. എന്നാൽ ഹർജി വിധി പറയാൻ പരിഗണിച്ച ദിവസം ഒരു തെളിവുണ്ടെന്ന വാദവുമായി കുഴൽനാടൻ രംഗത്തെത്തി. ഹർജി വീണ്ടും പരിഗണിക്കാൻ മാറ്റി. വീണ്ടും പരിഗണിച്ച ദിവസം കൂടുതൽ തെളിവുകളുണ്ടെന്നും വീണ്ടും വാദം കേൾക്കണമെന്നുമായിരുന്നു കുഴൽനാടന്റെ ആവശ്യം. ഇതും കോടതി അന്ന് തന്നെ തള്ളി. കോടതി വിധി തിരിച്ചടി തന്നെയെന്ന് സമ്മതിച്ച കുഴൽനാടൻ മേൽക്കോടതിയിൽ അപ്പീൽ പോകുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയില്ല. ഒരു സെറ്റ്ബാക്കാണോ സെറ്റ്ബാക്കാണ്, ഒരു നിയമ പോരാട്ടത്തിലൊരു തിരിച്ചടിയാണ്. അതുകൊണ്ട് ഞാനത് പഠിച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത ഡ്യൂ കോഴ്സാണ്. കുഴൽനാടനെതിരെ കടുത്ത വിമർശനവുമായി AK ബാലൻ രംഗത്തെത്തി. ഈ രാഷ്ട്രീയത്തിൽ ഒരു വിവിധ ചേരിയിലാണെങ്കിൽ പോലും ഒരു എത്തിക്സ് അതിലും ആവശ്യമാണ്. പക്ഷെ ഒരു എത്തിക്സ് ഇല്ലാത്ത ഒരു പൊതുപ്രവർത്തകനാണ് മാത്യു കുഴൽനാടൻ എന്നുള്ളത് ഇപ്പോൾ ഈ കോടതി വിധി പ്രകാരം പൊതുസമൂഹം മനസ്സിലാക്കുകയാണ്. മാത്യു കുഴൽനാടൻ ഉയർത്തിയ ആരോപണം മാസപ്പടി എന്ന പേരിൽ വിവാദമാക്കിയ മാധ്യമങ്ങൾക്ക് കൂടിയാണ് കോടതി വിധിയിലൂടെ തിരിച്ചടിയാകുന്നത്. ആരോപണം തെറ്റെന്ന് തെളിഞ്ഞാൽ മാപ്പ് പറയാം എന്നായിരുന്നു മാത്യു കുഴൽനാടൻ അന്ന് പറഞ്ഞത്. മാത്യു കുഴൽനാടൻ മാപ്പ് പറയുമോ എന്നതാണ് ഇനി കാണേണ്ടത്. തിരുവനന്തപുരത്തു നിന്നും വിജിൻ വായാന്തോട്, കൈരളി ന്യൂസ്.